അല്ല പെടലേ ഇവിടെ എന്താ പ്രശ്നം? മുണ്ടുമുറുക്കി ഉടുക്കാൻ മുഖ്യമന്ത്രി പറഞ്ഞില്ലെങ്കിലും ഇതിനകം തന്നെ ഉടുത്ത് അതിന്റെ പുറത്ത് ബെൽറ്റും കെട്ടി നിൽക്കുന്ന നാട്ടുകാരോട് ഇനിയിപ്പോൾ നിങ്ങൾ മുണ്ടുമുറുക്കി ഉടുക്കണം എന്നൊന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറയേണ്ട കാര്യമില്ല. ജനങ്ങൾ ഇതിനകം തന്നെ ഉടുത്തു തുടങ്ങിയിട്ട് കുറെ കാലമായി. അപ്പോൾ ആ ഉടുത്ത മുണ്ട് ഒന്നുകൂടി ഒന്ന് മുറുക്കി വലിച്ചൊന്ന് വലത്തോട്ടോ ഇടത്തോട്ടോ എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഒന്നുകൂടി ഒന്ന് കുത്തി ഉറപ്പിക്കുകയാണ് മലയാളി ഇന്ന് നിയമസഭയിലെ ആ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ ചെയ്തത്. സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശിക ഗുണഭോക്താക്കൾക്ക് ഈ സാമ്പത്തിക വർഷത്തിൽ 2024-25 2 ഗഡുക്കളാണ് വിതരണം ചെയ്യുന്നത്. അടുത്ത സാമ്പത്തിക വർഷത്തിൽ അതായത് 2025-26 തെരഞ്ഞെടുപ്പിന് മുൻപായിരിക്കും മറ്റേ കുടിശ്ശിക 3 ഗഡു വരാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള 2 രീതിയിലാണ് അത് കൊടുക്കാൻ പോകുന്നത്. ഈ സാമ്പത്തിക വർഷത്തിൽ 2 ഗഡുവേ ഈ കുടിശ്ശിക കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് 2026 എന്ന് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വർഷമാണ്. അതിന് തൊട്ട് മുൻപായിരിക്കും ഈ ബാക്കിയുള്ള കുടിശ്ശിക കൊടുത്തു തീർക്കാൻ പോകുന്നത്. അപ്പോഴേക്കും കേന്ദ്രത്തെ വിമർശിച്ചുകൊണ്ടുള്ള ഈ വിമർശനങ്ങളൊക്കെ സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ കേട്ടോ ഞാൻ പറയുന്നത്. ഇനി ആരോഗ്യ മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഈ സാമ്പത്തിക വർഷം തുടങ്ങുമ്പോൾ തന്നെ കൊടുത്തു തീർക്കുമെന്ന് പ്രഖ്യാപിച്ചതാണ്. അതെന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഇന്നത്തെ നിയമസഭാ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടില്ല. കാരണം മരുന്ന് വിതരണം അടക്കം മുടങ്ങുന്നതിനെ കുറിച്ച് നമ്മൾ ആവർത്തിച്ച് വാർത്ത നൽകുന്ന കാര്യമാണ്. അതിൽ എന്തുകൊണ്ടാണ് അതിനൊരു മുൻഗണനാക്രമം നിശ്ചയിക്കുകയോ അല്ലെങ്കിൽ ആ കുടിശ്ശികയ്ക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുകയോ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്കീമിലേക്കോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്തത്, എന്തുകൊണ്ടാണ് അത് പറയാത്തത് എന്നതും പിന്നെ പൈസ കൊടുക്കുന്നു തന്നെ പറഞ്ഞു. അതാ ഇന്ന് പറഞ്ഞത് കാരുണ്യ പദ്ധതിയുടെ ഭാഗമായും മരുന്ന് വിതരണത്തിലുള്ള ബില്ലുകളിലും വരുന്ന കുടിശ്ശിക സമയബന്ധിതമായി ഈ സാമ്പത്തിക വർഷത്തിൽ, അതായത് ഈ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഏപ്രിലിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതായത് അടുത്ത മാർച്ചിന് മുൻപ് എപ്പോഴേലും കൊടുക്കും. ഞാൻ ഫെബ്രുവരി 30 അതെ, അങ്ങനെ ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ തന്നിരിക്കും. പറഞ്ഞത് അതിന്റെ ഒരു മുൻഗണന എപ്പോഴത്തേക്ക് കൊടുക്കുമെന്നുള്ളത് പറഞ്ഞിട്ടില്ല. കാരണം അത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ സോൾവ് ചെയ്യേണ്ട ഇഷ്യൂ ആണ്. അതുകൊണ്ടാണ് സാറേ ഞാനത് പറഞ്ഞത്. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ആരുടെ ഈ പറയുന്നത് പിണറായി വിജയനോടാണോ അതോ NHMന്റെ 500 കോടി തരാത്ത കേന്ദ്ര സർക്കാർ? ഈ കുടിശ്ശികയെല്ലാം ഈ സാമ്പത്തിക വർഷം തന്നെ കൊടുത്തു തീർക്കും. എല്ലായിടത്തും സെയിം ആണ്, ഒരേ വാചകം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലുടനീളം. നമ്മൾ എടുത്തു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. എല്ലായിടത്തും ഈ സാമ്പത്തിക വർഷം കൊടുത്തു തീർക്കും, ഈ സാമ്പത്തിക വർഷം കൊടുത്തു തീർക്കും എന്ന് എല്ലാത്തിന്റെയും പേര് പറഞ്ഞതിന് ശേഷം പറയുകയാണ്. വെറും വാഗ്ദാനം കിട്ടുകയില്ല. അതുകൂടെ മനസ്സിലായില്ലേ? വരൂ. ആളുകൾ ചോദിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഇത് റിസോൾവ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ഇതിനൊരു പരിഹാരം കാണാൻ പോകുന്നത്? ഇതിപ്പോൾ ജൂലൈ മാസമാണ്, ഓണത്തിലേക്ക് 2 മാസമേ ഉള്ളൂ. അതിന് മുന്നേ നിങ്ങൾ ഈ റാക്കുകളിലൊക്കെ കൃത്യമായി സാധനങ്ങൾ എത്തിക്കുന്ന രീതിയിൽ, സബ്സിഡി സാധനങ്ങൾ കിട്ടുന്ന രീതിയിൽ നിങ്ങൾ എത്തിക്കുമോ? ഉത്തരം പറ. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. ഞാൻ പറഞ്ഞത് വാതിൽപ്പടി നീതി സ്റ്റോറുകളെ കുറിച്ചാണ്. ഇത് ഇടയ്ക്ക് അതിനൊരു അകാല മൃത്യു സംഭവിച്ചു. അപ്പോൾ അതിനെ പുനരുജ്ജീവിപ്പിക്കുമെന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകളൊക്കെ ഞാൻ വളരെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. അറ്റ്ലീസ്റ്റ് സപ്ലൈകോ സ്റ്റോറുകളിൽ സാധനങ്ങളെങ്കിലും ഒന്ന് ഉറപ്പാക്കിയാൽ മതി. ഇതിപ്പോ അങ്ങനെയല്ല, ഇതിപ്പോ വലിയ പ്രശ്നമാണെങ്കിലും എവിടേക്ക് പോകാനാ, ഇവിടെ തന്നെ ജീവിച്ചല്ലേ പറ്റൂ എന്ന് മലയാളി പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളും ചോദിച്ചു. ഇപ്പോൾ മുണ്ടുമുറുക്കി ബെൽറ്റ് വിട്ട് മലയാളി റെഡിയായി നിൽക്കുകയാണ്. ഇനി എന്തെങ്കിലും ഇതിനൊരു പരിഹാരം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. എന്താ ഇത്ര വൈകിയത്? ഇടി നിർത്തിയാലല്ലേ വരാൻ പറ്റുള്ളൂ. നിനക്കുള്ള അടുത്ത വെള്ളിയാഴ്ച ഇപ്പൊ ടൈമില്ല.